പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ മോണിക്ക പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി ഒരുമയോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് വിളിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അവസ്ഥകളിൽ ഇടപെടണമേ, തകർച്ചകളിൽ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ, വലിയ സമാധാനവും സന്തോഷവും വിടുതൽ നൽകി ഈ മക്കളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, തോബിത്തട്ടെ 17 ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഇവിടെ കുടുംബങ്ങളെ ധന്യമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് വലിയ സുബോധം നൽകണമേ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, വചനത്തിന്റെ വലിയ ശക്തി അവരിൽ നിറയട്ടെ. യഥാർത്ഥമായ സത്യം തിരിച്ചറിഞ്ഞ് പ്രകാശത്തിന്റെ മക്കളായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ, സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ, സ്വർഗത്തിന്റെ പൗരത്വത്തിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ മാമോദിസായുടെയും കുദാശയുടെയും വ്യത്യസ്തതയിൽ കൃപയ്ക്കുമേൽ കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കെല്ലാം ഇടയാകട്ടെ. ഉറപ്പുള്ള ഹൃദയവും ഉറച്ച വിശ്വാസവും ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. അതിനായി പരിശുദ്ധ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്ഥിരതയോടെ ഉണർവോടെ നിരന്തരം എന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ മക്കളിൽ പ്രകടമാകാനും അതോടൊപ്പം തന്നെ ദൈവിക ജീവന്റെ സമൃദ്ധിയിൽ നമ്മുടെ മക്കൾ നിറയപ്പെടാനും കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും വേണ്ടി നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഈ അഹങ്കാരത്തിലും നിർബന്ധ ബുദ്ധിയിലും ശാഠ്യം പിടിക്കുന്ന മക്കളുണ്ട്. ഭയങ്കര നിർബന്ധ ബുദ്ധി, എനിക്കിത് വേണം, ഞാനത് ചെയ്യും, ഞാൻ അവനെ കെട്ടും, ഞാൻ അങ്ങോട്ട് പോകും. അഹങ്കാരം, ഞാനെന്ന ഭാവം, അപ്പനെന്താ കാര്യം, ഡാഡിക്കെന്താ കാര്യം, അമ്മയ്ക്കെന്താ കാര്യം, മമ്മിക്കെന്താ കാര്യം, ഞാൻ തീരുമാനിക്കും, ഞാനാ തീരുമാനിക്കേണ്ടേ. അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ മേഖല. എളിമയില്ല. എളിമയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത്. എന്നാ പ്രിയപ്പെട്ട ദൈവമക്കളെ, അഹങ്കരിച്ച് പോകുന്ന മക്കൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രഭാഷണ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം, അതിന്റെ ഹെഡിങ് തന്നെ അഹങ്കാരത്തെ കുറിച്ച് അവിടെ പറയുന്നത് കേട്ടോ. നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും. ഭയങ്കര ഭയാനകമായൊരു വചനം അത്. നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങുന്നു. അതായത് അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, കുടുംബം വിട്ട്, പാരമ്പര്യം വിട്ട്, ഒരു തോന്നൽ തോന്നി, കൂട്ടുകാര് പറഞ്ഞു, സിനിമയെ കണ്ടു, ഇന്നത്തെ സംസ്കാരം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടിസ്ഥാനം വിട്ടിട്ട് നിർബന്ധ ബുദ്ധി പിടിച്ച് പോകുന്ന ഒരുവൾ കർത്താവ് പറഞ്ഞേ നാശത്തിൽ ഒടുങ്ങും. ഈ ഒരു സത്യം നമ്മുടെ മക്കൾക്ക് ബോധ്യമായി കിട്ടണം. ഭാവി ജീവിതത്തിന്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ട അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും പണിതാല് നമുക്ക് കാർന്നോമാരുടെ അനുഗ്രഹം വേണം, കുടുംബത്തിന്റെ സപ്പോർട്ട് വേണം. അല്ലാണ്ട് എനിക്ക് തോന്നി ആ രീതിയിൽ നമ്മുടെ മക്കള് എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. അവര് തോന്നുമ്പോ കയറി വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോവും. ഇന്നത് വേണം, അവർക്ക് ഇന്ന സാധനം വാങ്ങിച്ചു കിട്ടണം, കിട്ടിയില്ലെങ്കിലും ഭയങ്കര വാശി, നിർബന്ധ ബുദ്ധി. അതൊരിക്കലും ശരിയല്ല. അതോടൊപ്പം വീണ്ടും അവിടെ പറയാണ്, സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. സാഹസ ബുദ്ധി, എല്ലാം വിട്ടിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചോളാം, അത് സാഹസമാണ്. എന്ത് സാഹസാണേലും കർത്താവിന്റെ വചനം പറയാ, അപകടത്തിൽ ചാടും.
നമുക്കറിയാം ഈ സാഹസം ചെയ്തു പോയ ആളുകളൊക്കെ ഡ്രൈവിംഗ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും സാഹസത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നാലെ പോയാൽ അതവൻ അപകടത്തിൽ ചാടും. വീണ്ടും വചനം പറഞ്ഞിട്ടോ, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും. ഈ ചെറുപ്പത്തിന്റെ പ്രായത്തില്, ഈ വളർച്ചയുടെ കാലഘട്ടത്തില് എല്ലാം കിട്ടി, എല്ലാ സൗകര്യവും കിട്ടി വളരുന്ന മക്കള്, അവരുടെയൊക്കെ ഒരു സ്വപ്ന ലോകമുണ്ട്. റിയൽ ലൈഫ്, യഥാർത്ഥ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ്, ഒരു വഴിയുള്ളൂ. ആ വഴി വിട്ട് പോയാൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല. എന്നാൽ അത് മാറിയിട്ട് ഈ ശാഠ്യം പിടിച്ച് നിർബന്ധ ബുദ്ധിയില് സാഹസത്തിൽ എടുത്തു ചാടുന്ന മക്കള് ഈ കഷ്ടപ്പാടിലും നാശത്തിലും അപകടത്തിലും അടങ്ങി ഒടുങ്ങും എന്നുള്ള വലിയ സത്യം എത്രയോ നമ്മളെ പഠിച്ചാണ്. മാതാപിതാക്കൾ അനുസരിക്കാതെ പോയി വേറൊരു അക്രൈസ്തവനെ കെട്ടി അവന്റെ പിന്നാലെ പോയി. ഒരു സാഹസമല്ലേ, ഒരു സാഹസമല്ലേ? എന്ത് സപ്പോർട്ടുണ്ട്? കർത്താവിന് സാന്നിധ്യമില്ല, കുദാശയില്ല, കൃപയില്ല, കർദ്ദമാട് അനുഗ്രഹമില്ല, കുടുംബത്തിന് സപ്പോർട്ടില്ല. പിന്നെ ഞാൻ അവന്റെ കൂടെ പോയി ജീവിക്കും. ഒരു സാഹസമാണ്. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയാ, മോള് വീട്ടിൽ എന്തോ വഴക്കുണ്ടായി, ഒരുത്തന്റെ കൂടെ പ്രേമിക്കുന്ന ചെറുക്കനാ അവന്റെ കൂടെ വിളിച്ചിറങ്ങിപ്പോയി. ഒരു സാഹസമാണ്. ഞാൻ പോവും, നിങ്ങളെനിക്ക് വേണ്ട. അപ്പനും അമ്മയൊക്കെ വഴക്ക് പറയില്ല മക്കളെ. അതിന്റെ പേരില് നിർബന്ധ ബുദ്ധിയില്, ദുശാഠ്യത്തില്, സാഹസത്തില് എടുത്തു ചാടി അഹങ്കാരത്തോടെ പോയി. എത്ര നാളത്തേക്ക്? അതും നേഴ്സിംഗ് പഠിക്കണ പെൺകുട്ടി ആ നേഴ്സിംഗിനിടയില് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവളുടെ സർട്ടിഫിക്കറ്റും എല്ലാം വേണ്ടെന്ന് പറഞ്ഞ് കീറി കളഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും. ഈ ചെറുപ്പത്തിന്റെ തിളപ്പിൽ ചേർത്ത് പിടിക്കാനും നീ ആനയാണ് കുതിരെന്ന് പറഞ്ഞ ചെറുക്കന്മാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പെണ്ണുങ്ങള് ഈ മേഖലയില്. പക്ഷെ അതൊക്കെ നാശത്തിലെ ഒടുങ്ങും എന്ന് സത്യം. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകമുള്ള മക്കളാവാൻ, കൃപയുള്ള മക്കളാകാൻ, എളിമയുള്ള മക്കളാകാൻ. നമുക്കിപ്പോ കഴിവുണ്ട്, സമ്പത്തുണ്ട്, ജീവിക്കാൻ സാഹചര്യമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് എളിമപ്പെടണം. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നിന്നെ താഴ്ത്ത. അതാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട്, കർത്താവിന്റെ വചനം പറയാ, ഈ 3-ാം അധ്യായത്തിൽ തന്നെ 18-ാം വചനം പറയാ, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കാരണം നീ എത്രമാത്രം ഉന്നതനാണോ, നീ കാശുള്ള വീട്ടിലെ കൊച്ചായിരിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ പഠിക്കാൻ കഴിവുണ്ട്, യൂണിവേഴ്സിറ്റി പോകാൻ പറ്റും, സാഹചര്യം എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ നിന്നെ തന്നെ വിനീതനാക്ക്. എന്ത് ലഭിക്കും? കർത്താവിന്റെ കൃപ. ആ കൃപയ്ക്ക് പാത്രമാകും, കൃപയ്ക്ക് പാത്രമാകും. അപ്പൊ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഈ കൃപയില്ല. ഭയങ്കര അഹങ്കാരത്തില് അപ്പനോട് വെല്ലുവിളി, അമ്മയോട് വെല്ലുവിളി, സഭയോട് വെല്ലുവിളി, ദൈവത്തോട് പോലും വെല്ലുവിളി. ഈ നിർബന്ധ ബുദ്ധിയിലും ഈ അഹങ്കാരത്തിലും ഈ ദുശാഠ്യത്തിലും ഈ സാഹസത്തിലും അങ്ങനെ പോകുമ്പോ ദൈവകൃപയില്ല. പിന്നെ ആരാ ഉള്ളേ? എന്താ ഉള്ളേ? ഈ ലോകത്തിന്റെ രൂപി പിശാച് അത് കൊന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എളിമയുള്ള മക്കളാകാൻ, നന്ദിയുള്ള മക്കളാകാൻ, അതോടൊപ്പം തന്നെ വചനത്തിന് അടിസ്ഥാനം ജീവിക്കാൻ. ഈ നിർബന്ധ ബുദ്ധിയൊക്കെ വിട്ട് നമുക്കറിയാം ഇത്രേ കൊള്ളൂ മനുഷ്യന്റെ ജീവിതം, കഴിവ്. ഒരു മനുഷ്യനെ ആശ്രയിച്ചാൽ അവന് നാളെ മരിച്ചാലോ, നാളെ അവള് മരിച്ചാലോ, ആരുടെ പിന്നാലെ നിർബന്ധ ബുദ്ധി പിടിച്ച് എന്തിന്റെ പിന്നാലെ നീ ഇറങ്ങി തിരിച്ചാലും അതൊക്കെ നഷ്ടപ്പെടാൻ ഒറ്റ നിമിഷം മതി. വചനം പറയുന്നില്ലേ, മനുഷ്യരിൽ നീ ആശ്രയിക്കരുത്, അവൻ ഒരു ശ്വാസം മാത്രം. അതുകൊണ്ട് ഒരു ശ്വാസം മാത്രമുള്ള ഈ ജീവിതത്തില് നിർബന്ധ ബുദ്ധി പിടിച്ച് ഇതെല്ലാം മറന്നു പോയാൽ തകർന്ന് നാശത്തിൽ ഒടുങ്ങും. ആ വചനമാണ്, നാശത്തിൽ ഒടുങ്ങും. ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ല മക്കളെ. ഇത് പറയുമ്പോൾ നമ്മൾ പരിശോധിക്കണം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പാരമ്പര്യത്തെ. നമുക്ക് സമ്പത്ത് ഉണ്ടായപ്പോ, ജോലി ഉണ്ടായപ്പോ, നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായപ്പോ ദൈവത്തെ മറന്നോ, ദൈവത്തെ വിട്ടോ, പ്രാർത്ഥനയിൽ വളർന്നോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കൾക്ക് ഈ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, മക്കളെ ഇതാ ദൈവം പറയുന്നേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പോകല്ലേ, അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അത് ആ മക്കൾക്ക് മനസ്സിലാക്കി കിട്ടാനും വേണ്ടിയുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളാരും നാശത്തിൽ ഒടുങ്ങാൻ പാടില്ല. നമ്മുടെ മക്കളാരും അപകടത്തിൽ പെടാൻ പാടില്ല. നമ്മുടെ മക്കളാരും
കഷ്ടതകൾക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മുടെ മക്കൾ ദൈവകൃപയ്ക്ക് പാത്രമാകാതിരിക്കരുത്. ഈ വലിയ അഭിഷേകം നമ്മുടെ മക്കളില് നിറയപ്പെടാനും നമ്മിലും നിറയപ്പെടാനും നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയില് ദിവ്യകാര്യ സന്നിധിയില് ഏറ്റവും എളിമയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ചെന്നും എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഈ മോണിക്ക പ്രാർത്ഥനയില് ഓരോരോ മേഖലകള് ഞങ്ങളോടും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഓരോ മേഖലകളിലും അങ്ങയുടെ കരുണയും അങ്ങയുടെ കൃപയും അങ്ങയുടെ വചനശക്തിയും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യീശോയെ, വലിയൊരു കൂട്ടായ്മയില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളില്, ഞങ്ങളുടെ കണ്ണുനീരില്, ഞങ്ങളുടെ നൊമ്പരങ്ങളില്, ഞങ്ങളുടെ അവസ്ഥകളില്, ഞങ്ങളുടെ മക്കളിലൊക്കെ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത്, എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരേ മനസ്സോടെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന ദിവ്യ കാരുണ്യമേ, ജീവിക്കുന്ന കർത്താവേ, സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. സ്തുതി, സ്തുതി, സ്തുതി. ആരാധന, ആരാധന, ആരാധന. ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും ഞങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും വേണ്ടി അങ്ങ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും മനസ്സിലാകത്തക്ക വിധത്തില് അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകമാവിധം കർത്താവേ, ഞങ്ങളുടെ മക്കൾ പലരും അഹങ്കാരത്തിലും നിർബന്ധ ബുദ്ധിയിലും ഒത്തിരിയേറെ ശാഠ്യത്തിലും ഒത്തിരിയേറെ സാഹസത്തിലും കർത്താവേ അങ്ങയെ പോലെ വിട്ട് കുടുംബത്തെ അനുസരിക്കാതെ മാതാപിതാക്കളായി ഞങ്ങളെ കേൾക്കാതെ പലപ്പോഴും അവരുടേതായ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന അവസ്ഥകളുണ്ട്. അങ്ങ് പറഞ്ഞില്ലേ, നിർബന്ധ ബുദ്ധി ശാഠ്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാശത്തിൽ ഒടുങ്ങുമെന്ന്. അഹങ്കാരത്തിന്റെ അവസ്ഥ നാശമാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എളിമയുള്ള മക്കളാക്കി മാറ്റണമേ. അങ്ങയുടെ കൃപയ്ക്ക് പാത്രമാകത്തക്ക വിധം ഞങ്ങളുടെ മക്കള് എളിമയുള്ള മക്കളായിട്ട് മാറട്ടെ. ഈശോയെ, ഈ യുവത്വത്തിന്റെ തിളപ്പില് എല്ലാം ലഭിച്ചിരിക്കുന്ന അവസ്ഥയില് ഞങ്ങളുടെ മക്കള് അഹങ്കരിച്ച് അങ്ങ് വേണ്ട, പ്രാർത്ഥന വേണ്ട, കൂദാശ വേണ്ട, മാതാപിതാക്കൾ അനുസരിക്കേണ്ട, തോന്നിയ മാതിരി ജീവിക്കാനും ഇഷ്ടം പോലെ ജീവിക്കാനൊക്കെ വേണ്ടി തന്നിഷ്ടം പോലെ കർത്താവെ പലപ്പോഴും ജീവിക്കുന്ന അവസ്ഥയുണ്ട്. കർത്താവെ, അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ, ചിന്തകളെ, അവരുടെ ചില തോന്നലുകളെ, അവരുടെ ചില സ്വപ്നങ്ങളെ, അവരെ സ്വാധീനിച്ചിരിക്കുന്ന ഈ ലോകാരൂപിയുടെ പൈശാചിക സ്വാധീനങ്ങളെ, കൂട്ടുകെട്ടിന്റെ ചില ചിന്താഗതികളെ, സിനിമയിൽ നിന്നോ മാധ്യമത്തിൽ നിന്നോ കൂട്ടുകെട്ടിൽ നിന്നോ അവർക്ക് ലഭിച്ച തെറ്റായ ചിന്താഗതികളെ, തെറ്റായ ധാരണകളെ ഈശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി അവരിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ. ഞങ്ങളുടെ മക്കളെ ശാന്തതയും എളിമയുമുള്ള മക്കളാക്കി അങ്ങ് മാറ്റണമേ. കർത്താവേ, വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം
പോലാക്കേണമേ. ഈശോയെ, അങ്ങ് ബെത്ലഹേമില് ജനിച്ചു, നസ്രത്തിൽ വളർന്നു, എളിമയുടെയും സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങ് വളർന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളും ജ്ഞാനത്തിൽ വളരട്ടെ, വചനത്തിൽ വളരട്ടെ, പ്രായത്തിൽ എളിമയിൽ വളരട്ടെ. ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ കണ്ട്, ജഡത്തിന്റെ യുവത്വത്തിന്റെ തിളപ്പ് കണ്ട്, കർത്താവെ, അങ്ങയെ മറക്കാതെ, മാതാപിതാക്കളെ മറക്കാതെ, കുടുംബത്തെ മറക്കാതെ, വിശുദ്ധിയെ മറക്കാതെ, സ്വർഗത്തെ മറക്കാതെ ഏറ്റവും എളിമയോടുകൂടി വ്യാപരിക്കട്ടെ. അവരുടെ ശരീരവും കഴിവും സമ്പത്തും എല്ലാ സാഹചര്യങ്ങളും അങ്ങയുടേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എളിമയോടുകൂടി വ്യാപരിക്കട്ടെ. എത്രമാത്രം ഉന്നതരാണോ അതുപോലെ തങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ കൃപയ്ക്ക് പാത്രമായി, അങ്ങയുടെ മക്കളാണ് കർത്താവേ ഞങ്ങളുടെ മക്കൾ, ആ മക്കളെ കൃപയ്ക്ക് മേൽ കൃപയിൽ വളരാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവേ, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തില് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ അഗസ്തീനോസിന് വേണ്ടി ചിന്തിയ കണ്ണുനീരോട് ചേർത്ത് വെച്ചുകൊണ്ട്, മാതാവിന് രക്ത കണ്ണീരോടും ചേർത്ത് വെച്ചുകൊണ്ട്, അമ്മമാരായ അപ്പന്മാരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും വേദനകളും ഈ അവസ്ഥയിൽ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ നാശത്തിൽ ഒടുങ്ങുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് ഭയാനകമായ അവസ്ഥയിൽ ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത്, അമ്മയുടെ വിമല ഹൃദയത്തോട് സമർപ്പിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ രക്ത കണ്ണുനീരിന്റെ അനന്ത യോഗ്യത ഞങ്ങൾ ആവശ്യപ്പെട്ട് ക്ലെയിം ചെയ്തുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ, ഞങ്ങളുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോട് നന്ദിയോടുകൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ നിർബന്ധ ബുദ്ധിയും വാശിയും അഹങ്കാര ചിന്തകളും സാഹസ പ്രവണതയും എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, എളിമപ്പെടുത്തണം, ചൈതന്യമുള്ള മക്കളാക്കണം, അനുസരണമുള്ള മക്കളാക്കണം. അങ്ങയുടെ കൃപയിൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ വളർത്തണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളെല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ അഭിഷേകത്തിന് വേണ്ടി മക്കൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിന്റെ എളിമയും ശാന്തതയും ഞങ്ങളുടെ മക്കളിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദത്തിനു വേണ്ടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ മേൽ കരുണ ചൊരിയപ്പെടാനും എളിമയും ശാന്തതയും സ്നേഹവും എല്ലാം നിറയപ്പെടാനൊക്കെ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.